385ഓളം റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് ഈ ഉക്രൈൻ വാറിൽ തകർന്നു പോയത്. 385 ഹ്യൂജ് എമൗണ്ട് ആണ് ഈ സംഭവം. ഇപ്പം 385 എയർക്രാഫ്റ്റ് തകർന്ന റഷ്യയാണ്. അവർക്ക് ഈ ഒരു സമയത്ത് ചൈന ഈ എയർക്രാഫ്റ്റ് കൊടുക്കുമ്പോൾ അവരതിനെപ്പറ്റി ഉപയോഗിക്കുകയോ വേണ്ട, അതൊക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അവിടുത്തെ ആ ഗവൺമെൻറ് പുട്ടിനാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, പിന്നീട് ലോകത്താരും റഷ്യയുടെ എയർക്രാഫ്റ്റ് മേടിക്കില്ല. ഇപ്പം ഇവിടെ ചൈന ഓഫർ ചെയ്യുന്ന മറ്റുള്ള പല മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത്, അതായത് ചൈന ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, മറ്റു പലതുമുണ്ട്. കാരണം ചൈന ഈ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് പലതും വാങ്ങുന്നത് അവർക്ക് ടെസ്റ്റ് ട്രയൽ നടത്താൻ വേണ്ടി, ഇത് ഊരിപ്പെടുന്നത് ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ്. ബേസിക്കലി ചൈന ഇത് സ്റ്റേറ്റ് ഓഫ് ആർട്ടായിട്ട് പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ടെസ്റ്റും ട്രയലും ചെയ്യാൻ വേണ്ടി അവർക്കൊരു അവസരം കിട്ടുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനൊരു അവസരം കിട്ടി ഇന്ത്യക്കെതിരെ, അതേപോലെ തന്നെ ഇപ്പോൾ റഷ്യക്ക് ആ അവസരം കിട്ടുമ്പോൾ അത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കക്കെതിരെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് സക്സസ് റേറ്റ് കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ മനസ്സിലാക്കണം, ഈ ഇൻഡോ പാക് കോൺഫ്ലിക്റ്റിനകത്ത് ഈ റഫേലിന് ഡസാൾട്ട് അതിൻ്റെ പെട്ടെന്ന് ഷെയർ വാല്യൂ താപ്പോട്ട് പോകുന്നു. പെട്ടെന്ന് ചൈനീസ് അത് പെട്ടെന്ന് വരുന്നു, പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു. അത് ചൈന ഉദ്ദേശിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ്. കാരണം ഇത് ലോകത്ത് പാകിസ്ഥാൻ മാത്രമേ വാങ്ങുന്നുള്ളൂ, മറ്റുള്ള രാജ്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ രാജ്യങ്ങൾ 1, 2, 4 ഒക്കെ വാങ്ങും. അപ്പോൾ ഇത് റഷ്യക്ക് കൊടുക്കുകയാണെങ്കിൽ, അവരുടെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, അവരിത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കക്കെതിരെയും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഗ്ലോബൽ പിക്ചർ ഉണ്ടാക്കിയെടുക്കാം.